പീരിയോഡിക്കൽ ഡ്രാമ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തൊക്കെയാണ് അതിൽ സംഭവിക്കാൻ പോണേന്ന്. രാജഭരണമായിരിക്കും, ഓഫ് കോഴ്സ് ബ്രിട്ടീഷുകാരായിട്ടുള്ള യുദ്ധം ഉണ്ടാകും, പിന്നെ താഴ്ന്ന ജാതിക്കാർ അനുഭവിക്കുന്ന അവരുടെ വേദന ഉണ്ടാവും, അവരനുഭവിക്കുന്ന അവരുടെ അവഗണന ഉണ്ടാവും, അവര് ഉയർന്ന ജാതിയായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായിട്ട് ഉണ്ടാകുന്ന ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും, യുദ്ധങ്ങൾ ഉണ്ടാവും, സംഘടനകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുവന്നിരിക്കുന്ന ഒരു പീരിയോഡിക്കൽ ഡ്രാമയിലുള്ള ഒരു കഥ. എന്നാൽ ഇവിടെയും സംഭവം വേറൊന്നുമല്ല, ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിനെല്ലാം മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കാര്യമാണ്. നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് കാണുന്ന പ്രേക്ഷകന് രോമാഞ്ചം തരുന്ന രീതിയിൽ ആ ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ സംവിധായകൻ അരുൺ മാതേശ്വരൻ വിജയിച്ചിരിക്കുകയാണ്. റോക്കി പോലുള്ള ഒരു സിനിമ ചെയ്ത് ഇദ്ദേഹം ധനുഷിനെ നായകനാക്കി ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു സിനിമ ഒരുക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ആ പ്രതീക്ഷകൾ എല്ലാം തന്നെ നിറവേറ്റി. നല്ലൊരു സിനിമ കണ്ട് തിയേറ്ററിൽ വിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, കണ്ണ് നിറഞ്ഞുകൊണ്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആവോളം ഈ ഒരു സിനിമ കണ്ടപ്പോൾ അനുഭവിക്കാൻ പറ്റി. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചം, അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ ലോകം എഴുന്നേറ്റ് നിൽക്കത്തക്ക വിധം, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ കണ്ണും മനസ്സും നിറയത്തക്ക വിധമുള്ള എല്ലാ എലമെന്റ്സും ഈ ഒരു സിനിമയിലുണ്ട്. അനിലേശ്വരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് നമ്മുടെ ധനുഷായി അവതരിപ്പിക്കുന്നത്. അനിലേശ്വരൻ എങ്ങനെ ക്യാപ്റ്റൻ മില്ലറായി പരിണമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കഥ. പക്ഷേ എന്നെ